ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന 10 ഗവൺമെന്റ് ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10-ാമതായി പ്രൊഫസേഴ്സ് ഇൻ ഗവൺമെന്റ് കോളേജസ്. ഇവിടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 70,000 മുതൽ സ്റ്റാർട്ട് ആവുന്നു. അതുപോലെ തന്നെ 1,20,000 കൂടുതൽ അവർക്ക് ബേസിക് സാലറി ലഭിക്കുന്നു. ഈ ഒരു പോസ്റ്റിന് വേണ്ടി UGC നെറ്റ് എക്സാം ആണ് പാസ്സാവേണ്ടത്. അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എൻട്രൻസ് എക്സാം ആണ് ഇവർക്ക് പാസ്സാകേണ്ടി വരുന്നത്. 9-ാമതായി ടോപ്പ് പൊസിഷൻസ് ഇൻ സ്റ്റേറ്റ് സർവീസസ് കമ്മീഷൻസ്. 50,000 മുതൽ 1,00,000 കൂടുതൽ സാലറിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഓരോ സ്റ്റേറ്റിന്റെയും എക്സാം ആണ് അവർക്ക് പാസ്സാകേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഈയിടെയായി തുടങ്ങിയ ഈ ഒരു പോസ്റ്റാണിത്. അത് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. 8-ാമതായി ടോപ്പ് മാനേജ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PUCs. ഇവിടെ സാലറി എന്ന് പറയുന്നത് 80,000 മുതൽ 2,00,000 കൂടുതലാണ് ഇവർക്ക് സാലറിയായി ലഭിക്കുന്നത്. ഇത് ഓരോ ബാങ്കിനും എൻട്രൻസ് എക്സാം വെവ്വേറെ ആയിരിക്കും. ചില UPSC വഴിയും ചില ബാങ്കുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. 7-ാമതായി ഇന്ത്യൻ എക്കണോമിക് സർവീസസ് ആൻഡ് ISS, അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ്. 55,000 മുതൽ 1,30,000 കൂടുതലാണ് ഇവർക്ക് സാലറി ലഭിക്കുന്നത്. ഇതിന്റെ UPSC വഴിയാണ് UPSCയുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ് എക്സാം ആണ് ഇവർക്ക് പാസ്സാകേണ്ടി വരുന്നത്. 6-ാമതായി RBI ഗ്രേഡ് ബി ഓഫീസേഴ്സ്. 60,000 മുതൽ 1,20,000 കൂടുതൽ സാലറിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇതിനുവേണ്ടി ഇവർക്ക് RBIയുടെ ഗ്രേഡ് ബി ഓഫീസേഴ്സ് എക്സാം ആണ് പാസ്സാക്കേണ്ടി വരുന്നത്. 5-ാമതായി സയന്റിസ്റ്റ് ISRO അല്ലെങ്കിൽ DRDOയിൽ 70,000 മുതൽ 1,60,000 കൂടുതൽ സാലറി ഇവർക്ക് ലഭിക്കുന്നു. ISROയുടെ എക്സാം ആണ് അല്ലെങ്കിൽ DRDOയുടെ റിക്രൂട്ട്മെന്റ് ആണ് ടെക്നിക്കൽ ആൻഡ് റിസർച്ച് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സാം ആണ് ഇവർക്ക് പാസ്സാക്കേണ്ടി വരുന്നത്. അടുത്തതായി IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസ്. 50,000 മുതൽ 1,40,000 കൂടുതൽ സാലറി ഇവർക്ക് ലഭിക്കുന്നു. UPSCയുടെ തന്നെ സിവിൽ സർവീസസ് എക്സാം IFSന്റെയാണ് ഇവർക്ക് പാസ്സാക്കേണ്ടി വരുന്നത്. 3-ാമതായി വരുന്നത് ഡിഫൻസ് സർവീസസ്. ഇത് ഓഫീസേഴ്സ് കാറ്റഗറിയിലാണ് ഇതിൽ പെടുന്നത്. ആർമി, നേവി, എയർഫോഴ്സിലുള്ള ഇവരുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 55,000 മുതൽ 1,50,000 കൂടുതൽ ബേസിക് സാലറി ഇവർക്ക് ലഭിക്കുന്നു. പലതരത്തിലുള്ള റിക്രൂട്ട്മെന്റ് സ്കീമുകൾ അവൈലബിൾ ഉണ്ട്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ്, അതുപോലെ തന്നെ IMA, നേവൽ അക്കാദമി എക്സാം, അതുപോലെ എയർഫോഴ്സ് അക്കാദമി എക്സാം, അത്തരത്തിലുള്ള പലതരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 2-ാമതായി വരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസസ്. 60,000 മുതൽ 2,00,000 കൂടുതൽ സാലറി ഇവർക്ക് ലഭിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് അവർക്ക് പാസ്സാകേണ്ടത് UPSCയുടെ സിവിൽ സർവീസ് എക്സാം ആണ് IFSന് വേണ്ടിയുള്ള. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 1-ാമതായി വരുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് IAS, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസസ് IAS ആൻഡ് IPS. ഇവർക്ക് ലഭിക്കുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത് 60,000 മുതൽ 2,00,000 കൂടുതലാണ് ബേസിക് സാലറി ഇവർക്ക് ലഭിക്കുന്നത്. UPSCയുടെ സിവിൽ സർവീസ് എക്സാം IAS IPSനുള്ള ഈ ഒരു സിവിൽ സർവീസ് എക്സാം ആണ് ഇവർക്ക് പാസ്സാക്കേണ്ടി വരുന്നത്. ഈ സാലറി എല്ലാം ബേസിക് സാലറിയാണ്. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള അലവൻസുകളും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ലഭിക്കുന്നു. DA, HRA, TA, CA ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അലവൻസുകൾ ലഭിക്കുന്നു. ഈ ഒരു അലവൻസ് ഒക്കെ ആഡ് ആകുമ്പോൾ ഈ ഒരു ബേസിക് സാലറിയുടെ ഇരട്ടിയിൽ കൂടുതൽ സാലറിയാണ് അവർക്കൊരു മാസം ക്രെഡിറ്റ് ആയി വരുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.